കുരുക്ക് അഴിയുകയാണ്. കേരളത്തിലെ ഏറ്റവും ജനത്തിരക്കേറിയ 2 നാൽക്കവലകളിൽ അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 2 മേൽപ്പാലങ്ങൾ ജനുവരി 9-ന് മുഖ്യമന്ത്രി ജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. വൈറ്റിലയിലെയും കുണ്ടന്നൂരിലെയും മേൽപ്പാലങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കി വാഹന ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. ഡിസംബർ 11-നാണ് വൈറ്റില മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. 85.9 കോടി രൂപ നിർമ്മാണ ചെലവ് കണക്കാക്കിയെങ്കിലും 78.36 കോടി രൂപയ്ക്കാണ് നിർമ്മാണ കരാർ ഉറപ്പിച്ചത്. ലാഭം 6.73 കോടി രൂപ. 440 മീറ്റർ നീളമാണ് പാലത്തിനുള്ളത്. ആലപ്പുഴ ഭാഗത്തെ അപ്രോച്ച് റോഡിന് 150 മീറ്ററും ആലുവ ഭാഗത്തെ അപ്രോച്ച് റോഡിന് 120 മീറ്ററും നീളമുണ്ട്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ മേൽപ്പാലത്തിന്റെ ആകെ നീളം 720 മീറ്റർ. 30 മീറ്റർ വീതം നീളമുള്ള 12 സ്പാനുകളും 40 മീറ്റർ നീളമുള്ള 2 സ്പാനുകളും പാലത്തിനുണ്ട്. ഓരോ പാലത്തിലും 3 വരി വീതം 6 വരി പാതയായാണ് പാലം ഒരുക്കിയിരിക്കുന്നത്. മെട്രോ പാലവുമായി 5.5 മീറ്ററിന്റെ ഉയരവ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ വാഹനങ്ങളുടെ അനുവദനീയമായ ഉയരപരിധി 4.7 മീറ്ററാണ്. ഏതു വാഹനങ്ങളും സുഗമമായി കടന്നുപോകുമെന്നർത്ഥം. കുണ്ടന്നൂർ മേൽപ്പാലത്തിന്റെ നിർമ്മാണം 2018 മാർച്ച് 26-ന് ആരംഭിച്ചു. നിർമ്മാണ ചെലവ് 74.45 കോടി രൂപ. 8.29 കോടി രൂപ ലാഭിച്ചാണ് ടെൻഡർ ഉറപ്പിച്ചത്. പാലത്തിന്റെ ഉയരം 6.5 മീറ്റർ. പാലത്തിന്റെ നീളം 450 മീറ്റർ. ഇരുഭാഗത്തുമായുള്ള അപ്രോച്ച് റോഡുകൾക്ക് 281 മീറ്റർ നീളമുണ്ട്. പാലത്തിന്റെ ആകെ നീളം 731 മീറ്റർ. വീതി 24.1 മീറ്റർ. 6 വരി പാത. മസ്റ്റിക് അസ്ഫാൾട്ട്, ബിറ്റുമിനസ് കോൺക്രീറ്റ് അഥവാ BC ടാറിംഗ് എന്നിവ സുഖകരമായ യാത്ര ഇരുപാലങ്ങളിലും ഉറപ്പുവരുത്തുന്നു. കെൽട്രോൺ സ്ഥാപിച്ച സിഗ്നലുകൾ, ട്രാഫിക് സേഫ്റ്റി പ്രവൃത്തികൾ എന്നിവ പൂർത്തിയാക്കി. സ്ലിപ്പ് സർവീസ് റോഡുകൾ BMBC നിലവാരത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഹൈറ്റ് ഗേജും സ്ഥാപിച്ചു. ഭാരപരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് 2 പാലങ്ങളും ഗതാഗതത്തിനായി സജ്ജമാക്കിയിരിക്കുന്നത്. ഒച്ചിഴയുന്ന വേഗതയിൽ മണിക്കൂറുകൾ മാത്രമെടുത്ത് കുണ്ടന്നൂരിലും വൈറ്റിലയിലും ഈ നാൽക്കവലകളിലൂടെ കടന്നുപോകാൻ കഴിഞ്ഞവർക്ക് അവരുടെ ഭൂതകാലത്തിലെ ഒരു ദുരനുഭവം മാത്രമായി ഓർമ്മയിലേക്ക് അത് ചേക്കേറുകയാണ്. എല്ലാ ഗുണനിലവാരവും പൂർത്തീകരിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കുണ്ടന്നൂർ വൈറ്റില മേൽപ്പാലങ്ങൾ പിണറായി വിജയൻ സർക്കാരിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ ഇച്ഛാശക്തിയുടെ മികച്ച ഉദാഹരണങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.